നമസ്കാരം. സംഗീതത്തെ സ്നേഹിക്കുന്ന ഓരോ ഹൃദയത്തിലും എന്നും ജീവിക്കുന്ന ഒരു ശബ്ദം, അതാണ് എസ് ജാനകി അമ്മ. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ റിപ്പല്ലയിൽ ജനിച്ച എസ് ജാനകി 1957 പുറത്തിറങ്ങിയ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത്. പിന്നീട് 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ ആലപിച്ച് സംഗീത ലോകത്ത് ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ജാനകി അമ്മയായി മാറി. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ഉൾപ്പെടെ അനേകം അംഗീകാരങ്ങൾ ജാനകി അമ്മയെ തേടിയെത്തി. 1976 തമിഴ് ചിത്രമായ 16 വയതിനിലെ എന്ന ചിത്രത്തിലെ സെന്തൂരപ്പൂവേ എന്ന ഗാനത്തിനാണ് ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് ഓപ്പോൾ, സിതാര, തേവർ മകൻ എന്നീ ചിത്രങ്ങളിലെ മികച്ച ഗാനാലാപനങ്ങൾക്കും ദേശീയ പുരസ്കാരങ്ങൾ നേടി. 17ലധികം ഭാഷകളിൽ 48,000-ലധികം ഗാനങ്ങൾ ആലപിച്ച ജാനകി അമ്മ ശബ്ദത്തിലൂടെ ഏത് വികാരവും അതിമനോഹരമായി അവതരിപ്പിക്കാൻ കഴിവുള്ള അപൂർവ ഗായികയായിരുന്നു. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയുടെ ഗാനകോകിലം എന്ന വിശേഷണം സംഗീത ലോകം സ്നേഹത്തോടെ ജാനകി അമ്മയ്ക്ക് നൽകി. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഗാനങ്ങളിൽ തുമ്പീവ, ഒരു വട്ടം കൂടിയൻ, ആടിവാക്കാറ്റെ, തേനും വയമ്പും, സ്വർണ്ണമുകിലെ തുടങ്ങിയവ ഇന്നും ഏവർക്കും പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. ജാനകി അമ്മയുടെ അവസാനമായി റെക്കോർഡ് ചെയ്ത ഗാനം 2016 പുറത്തിറങ്ങിയ മലയാള ചിത്രമായ 10 കൽപ്പനകളിലെ അമ്മപ്പൂവിനും എന്ന ഗാനമാണ്. ആ ഗാനം സംഗീത ലോകത്തോടുള്ള ജാനകി അമ്മയുടെ മനോഹരമായ വിടപറച്ചിലായി എന്നും ഓർമ്മിക്കപ്പെടും. ഇന്ന് ജാനകി അമ്മ നമ്മോടൊപ്പമില്ല, പക്ഷേ പാടിയ ഓരോ ഗാനത്തിലൂടെയും അമ്മ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. ഇന്ത്യൻ സംഗീതത്തിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ പ്രിയ ജാനകി അമ്മയ്ക്ക് മീഡിയാകോമിന്റെ പ്രണാമം.